ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന പുതിയൊരു വീഡിയോ ആണിത്. അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള 89 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്കും ഇതുവരെ നമുക്ക് ലഭിച്ച ഭക്ഷ്യക്കിറ്റുകളിൽ ഏറ്റവും വലിയ ബമ്പർ കിറ്റ് ലഭിക്കാൻ പോകുന്നു. ഒരു ഉത്സവ കിറ്റായിട്ടാണ് ഇത് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മോട് ധനമന്ത്രി പറഞ്ഞിരുന്നു ഒരു വിഷു കിറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഏപ്രിൽ മാസത്തിൽ റേഷൻ കടകൾ വഴി സൗജന്യ ഉത്സവ കിറ്റുകൾ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. 1000 രൂപയോളം മൂല്യമുള്ള 10 ഇനം സാധനങ്ങൾ കിറ്റിൽ ഉൾപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. ഏതൊക്കെ സാധനങ്ങൾ എത്ര അളവിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കാൻ സപ്ലൈകോയോട് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഏപ്രിൽ വരെ എല്ലാ മാസവും സൗജന്യ കിറ്റ് വിതരണം തുടരാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഡിസംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റ് ക്രിസ്മസ് കിറ്റായിട്ടാണ് നമുക്ക് ലഭിച്ചത്. ക്രിസ്മസ് കിറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ലഭിച്ചിരുന്ന ഭക്ഷ്യസാധനങ്ങളുടെ അളവിൽ കുറവാണ് ഉണ്ടായത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര 1 കിലോ ആയിരുന്നത് 1/2 കിലോ ആക്കി കുറച്ചു. നിരവധി സാധനങ്ങൾ മാറ്റം വരുത്തിയത് ഒഴിച്ചാൽ അതിൽ മൂല്യവർദ്ധനവ് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കിറ്റ് ആയിരിക്കില്ല ഈ വരാൻ പോകുന്ന ഈസ്റ്റർ, വിഷു, റംസാൻ കിറ്റ്. ഏപ്രിൽ 4-ന് ഈസ്റ്ററും ഏപ്രിൽ 14-ന് വിഷുവുമാണ്. കൂടാതെ അടുത്ത ദിവസം തന്നെ റംസാൻ നോമ്പും ആരംഭിക്കുകയാണ്. അത് കണക്കിലെടുത്ത് ഇലക്ഷനോട് മുമ്പ് ഈ ഒരു കിറ്റ് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈസ്റ്ററിന് മുമ്പ് എല്ലാവർക്കും ഈ കിറ്റ് എത്തിക്കാൻ കഴിയുകയില്ല. എന്നാലും വിഷുവിന് മുമ്പ് പരമാവധി ആളുകളിലേക്ക് കിറ്റ് എത്തിക്കുകയും റംസാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് കിറ്റ് വിതരണം പൂർത്തിയാക്കാനുമാണ് സർക്കാരിൻ്റെ ആലോചന. തുടർന്നായിരിക്കും നിയമസഭാ ഇലക്ഷൻ. ഈ ഒരു കിറ്റ് നിയമസഭാ ഇലക്ഷന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് ഇതുവരെ ലഭിച്ച ഭക്ഷ്യക്കിറ്റിൽ ഏറ്റവും വലിയ ഭക്ഷ്യക്കിറ്റാണ് ഇനി ലഭിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ലഭിച്ച ഭക്ഷ്യക്കിറ്റ് 1000 രൂപയുടേതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൽ 650 രൂപയുടെ സാധനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വരാനിരിക്കുന്ന 1000 രൂപയുടേതെന്ന് പറയുന്ന റംസാൻ, വിഷു, ഈസ്റ്റർ കിറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. 1000 രൂപയുടേത് എന്ന് പറയുമ്പോൾ ഒരു 800 രൂപയുടെയെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷനുകൾ ലഭിച്ചാൽ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളും നൽകുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൂടി നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.